ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 10 52 അധ്യായം. രുക്മിണി പ്രാർത്ഥന. ശ്രീശുകൻ പറഞ്ഞു, കൃഷ്ണനിങ്ങനെ ചൊന്നപ്പോൾ ഇക്ഷ്വാകുസുതനാ നൃപൻ വരം വച്ചു നമിച്ചാൻ പിന്തള്ളിനാനാ ഗുഹാമുഖം. മർത്യഗോവൃക്ഷലതകൾ കുറുതായി കാൺകയാൽ നൃപൻ നീങ്ങി വടക്കോട്ട് കലിബാധിച്ചതനുമിക്കയാൽ. തപശ്രദ്ധാലുവായി ധീരൻ നിസ്സംഗൻ മുക്ത സംശയൻ കൃഷ്ണനിൽ കരളൂന്നിച്ചെന്നെത്തിനാൻ ഗന്ധമാദനം. പൂകീവദര്യാശ്രമമാം നരനാരായണാശ്രമം തപസ്സു ചെയ്തു ഹരിയെ ദ്വന്ദ്വാതീതൻ സമാധിമാൻ. ഭഗവാൻ പൂകി യവനന്മാർ വളഞ്ഞ പുരം ക്ഷണാൽ മ്ലേച്ഛപ്പട തകർത്തു ദ്വാരകയ്ക്കെത്തിച്ചു തൽധനം. ധനം കാളപ്പുറത്തേറ്റി ഹരിപ്രേരിതർ പോകവേ വന്നാൻ 23 പടയൊത്തു ജരാസുതൻ. രാമകൃഷ്ണന്മാര് അരിതൻ കോപ്പു കണ്ടു ഭയക്കയാൽ മനുഷ്യരെന്നു ഭാവിച്ചു പാഞ്ഞുപോയാരതിദ്രുതം. സമ്പത്തപ്പടി കൈവിട്ട ധീരന്മാർ ഭീരുതുല്യരായി ചെന്താർക്കാലടി വെച്ചോടിപ്പോയാരൊട്ടേറെ യോജന. ഓടിപ്പോം അവരെ കണ്ടു ചിരിച്ചു മാഗധൻ ബലി. ഈശത്വമറിയാഞ്ഞോടി പിന്നിലാരഥ സൈനികൻ. ഒരുപാടോടിത്തളർന്നു പോകി ശൗരിജരുന്നതം പ്രവർഷണം. ശക്രനെന്നും മഴ പെയ്യിച്ചിടും ഗിരി. ഒളിച്ചതെങ്ങിഗിരിയിൽ അവരെന്നറിയായകയാൽ മലയ്ക്കു ചുറ്റും വിറകിൽ തീയിട്ടു ശത്രുഭൂപതേ. ദശൈകയോജനോത്തുംഗപർവ്വതാഗ്രത്തിൽ നിന്നവർ എടുത്തു ചാടി പിന്തള്ളി സാനുവിൽ കത്തുമഗ്നിയെ. അരിയാൽ പടയാലും കാണപ്പെടാതായ ദൂത്തമർ കടൽ കിടങ്ങും കടന്നു ചെന്നെത്തി ദ്വാരകാപുരി. ദഹിച്ചു രാമകൃഷ്ണന്മാരെന്നോർത്തു മഗധാധിപൻ തിരിച്ചു മഗധം പൂകി കൂറ്റൻ പടകളൊത്തുടൻ. മുമ്പേ പറഞ്ഞു ഞാൻ ശ്രീമാനാനർത്തപതി രേവതൻ ബലന്നേകി പുത്രി രേവതിയെ ബ്രഹ്മാവു ചൊൽകയാൽ. തുടർന്നു ഭഗവാൻ ഗോവിന്ദനും വേട്ടു ഗുരുദ്വഹ ശ്രീയാം രുക്മിണിയെ ഭീഷ്മകൻ തൻ തനയയെ സ്വയം. ചൈദ്യപക്ഷത്തുള്ള ശാല്വാദിയെ തോൽപ്പിച്ചു ദേവിയെ കട്ടു കൃഷ്ണൻ. ജനം കാൺകെ സുധയെ താക്ഷ്യസൂനുപോൽ. രാജാവ് പറഞ്ഞു, ഭഗവാനാരാ സുമുഖി ഭീഷ്മകാത്മജ രുക്മിണി. ഗാന്ധർവ സമ്പ്രദായത്തിൽ വേൾക്കപ്പെട്ടതു വിശ്രുതം. കേട്ടാൽ കൊള്ളാം പ്രഭോ. മാഗധാദിയെ വെല്ലവേ കന്യകാഹരണം ചെയ്ത കൃഷ്ണൻ തൻ അതിധീരത. ബ്രഹ്മൻ പാപഹരം പുണ്യം മധുരം കൃഷ്ണലീലകൾ കേട്ടിട്ട് അർത്ഥം ഗ്രഹിച്ചോരിൽ ആരുള്ളൂ മതി വന്നവൻ. ശ്രീശുകൻ പറഞ്ഞു, വാണു വിദർഭം പ്രശസ്തൻ മഹാരാജാവു ഭീഷ്മകൻ. 5 ആൺമക്കളവനുണ്ടായ ഒരു പെണ്ണും വരാനന. രുക്മരഥൻ രുക്മബാഹുവും രുക്മകേശനും രുക്മമാലിയുമാണ് 5 ആൾ. ഒടുവിൽ സതി രുക്മിണി വീട്ടിലെത്തും മഹാന്മാർ കീർത്തിച്ചറിഞ്ഞ മുകുന്ദനെ. ഭർത്താവായി അവൾ ആശിച്ചു ശ്രീരൂപഗുണവീര്യനെ. ആ ബുദ്ധിലക്ഷണ ഔദാര്യ രൂപശീല ഗുണാശ്രയ തനിക്കു തുല്യയാം ഭാര്യയെന്നുറപ്പിച്ചു കൃഷ്ണനും. ബന്ധുക്കൾ അസുഭകയെ കൃഷ്ണനേകാൻ കുതിക്കവേ കൃഷ്ണാരി രുക്മി മോഹിച്ചു ചൈദ്യൻ അവളെ നൽകുവാൻ. അതറിഞ്ഞ സിതാവാങ്കി ദുഃഖാൽ ചിന്താനിലീനയായി കൃഷ്ണനടുത്തേക്കയച്ചു വിശ്വസ്തനൊരു വിപ്രനെ. അവൻ ദ്വാരകയിൽ ചെന്നു കാവൽക്കാരാൽ പ്രവിഷ്ടനായി കണ്ടു സുവർണാസനത്തിൽ വിളങ്ങും പുരുഷാദ്യനെ. കണ്ടപ്പോഴേക്കെണീറ്റു തന്നാസനത്തിൽ ദ്വിജേന്ദ്രനെ ഇരുത്തി. കൃഷ്ണനെ ദേവന്മാർ പോൽ പൂജിച്ചു കൃഷ്ണനും. ഉണ്ടിട്ടവൻ വിശ്രമിക്കെ ചെന്നു സജ്ജനമുക്തിതൻ. തൃക്കയ്യാൽ കാലുഴിയവേ ചോദിച്ചു വിനയത്തോടെ, പ്രസന്നദ്വിജ നിൻ യജ്ഞധർമ്മം വൃദ്ധപ്രിയങ്കരം. തടസ്സമെന്നെ വർത്തിക്കുന്നുണ്ടെന്നു കരുതുന്നു ഞാൻ. യദൃച്ഛാലാഭസന്തുഷ്ടൻ സ്വധർമ്മസ്ഥിരനാം ദ്വിജൻ ചെയ്യും യജ്ഞം സർവകാമദുഃഖമായി വരും ദൃഢം. കറങ്ങുമിന്ദ്രനും തൃപ്തിയില്ലെങ്കിൽ വിഷയങ്ങളിൽ തൃപ്തിയാൽ സർവാംഗസുഖനിദ്ര പോകും ദരിദ്രനും. കിട്ടുന്നതിൽ തൃപ്തി കൊള്ളും ഭൂതപ്രേമികൾ ഭൂസുരർ അശാന്ത നിരഹങ്കാരന്മാരെ നിത്യം നമിപ്പു ഞാൻ. രാജാനുകൂല്യത്താൽ ബ്രഹ്മൻ നിങ്ങൾക്കു ശുഭമല്ലയോ. പ്രജാസുഖത്തെ പാലിക്കും ഭൂപാലൻ മൽപ്രിയങ്കരൻ. എവിടുന്നെന്തിനി ദ്വീപിൽ വന്നെത്തി കടൽ താണ്ടി നീ
ഞങ്ങൾക്കു ചെയ്യേണ്ടത് എന്തുള്ളൂ ഗോപ്യമല്ലെങ്കിൽ ഓതുക. ലീലാദേഹം പൂണ്ട ഹരി ഇമ്മട്ടാരാഞ്ഞ വേളയിൽ അദ്ദേഹത്തെ ധരിപ്പിച്ചാൻ എല്ലാ കാര്യവും അന്തണൻ. രുക്മി പറഞ്ഞു. രുക്മിണിയുടെ വാക്ക് ബ്രാഹ്മണൻ ഉദ്ധരിച്ചു. ശ്രോത്രങ്ങളാൽ ഭുവനസുന്ദര നിൻ ഗുണങ്ങൾ ഉൾക്കൊള്ളുകയാൽ സകല സങ്കടമുക്തയായി ഞാൻ കണ്ണുള്ളവർക്കു പുരുഷാർത്ഥതമാം ഭവാന്റെ രൂപത്തിൽ അച്യുത ലയിക്കുകയാണ് അലജ്ജം. ആരോ മുകുന്ദ കുലശീലവയപ്രഭാവ വിദ്യാധനങ്ങളിൽ അതുല്യത പൂണ്ട നിന്നെ കല്യാണവേളയിൽ വരിക്കുകയില്ല. ധീരകന്യാകുലീന നരസിംഹ നരാഭിരാമ. ഞാനാകയാൽ കണവനായി വരിച്ചു നിന്നെ അംഗീകരിക്കുക ഇവളെ തവ പത്നിയായി നീ. ഗോമായുവൊന്നു ഹരിതൻ ബലി എന്ന പോലെ ചൈദ്യം തൊടൊല്ല തവ വാമയെ അബ്ജനേത്ര. പൂർത്തേഷ്ടദത്ത നിയമവ്രത ദേവവിപ്രകുർവർച്ചനങ്ങൾ വഴി ഞാൻ ഭഗവത് പ്രണാമം സാധിച്ചുവെങ്കിൽ ഹരി വന്നു പിടിച്ചിടട്ടെ എൻ പാണി. വേണ്ട ശിശുപാല സമാനരാരും. നാളത്തെ മൽപരിണയത്തിനു ഗൂഢമായി വന്ന് അങ്ങു ചൈദ്യമഗധപ്പടയത്തകർക്കൂ. നീ വീര്യശുൽക്കയുധം എൻ്റെ കരത്തെ വീറാൽ കൈക്കൊള്ളുക. രാക്ഷസ വിവാഹ വിധി പ്രകാരം അന്തഃപുരസ്ഥയുടെ ബന്ധുജനത്തെ നിഗ്രഹിക്കാതെ കണ്ട് അവളെ എങ്ങനെ വേൾക്കുമെന്നോ. പോകും തലേന്നു കുലദേവത ഗൗരി വാഴും ക്ഷേത്രത്തിലേക്ക് വധു ഉത്സവയാത്ര പോലെ. ആർത്തൻ പദാംബുജരജസ്സണിയാൻ കുതിപ്പൂ ശ്രീശങ്കരാദ്യർ ഹൃദയാന്ധതയെ തുരത്താൻ. ആ പത്മനേത്ര തവ കാരുണി നേടുവാൻ ഞാൻ പ്രാണൻ വെടിഞ്ഞു ശതജന്മ തപസ്സു ചെയ്യും. ബ്രാഹ്മണൻ പറഞ്ഞു. ഇതത്രേ ഗൂഢസന്ദേശം കൊണ്ടുവന്നേൻ യദുത്തമ. വേണ്ടതെന്തെന്നു ചിന്തിച്ചിട്ടുടനെ ചെയ്തിടാവു നീ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.